ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ സൂഫ്ലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല മധുരമുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിനുള്ള വെള്ളം, കറുവാപ്പട്ട 1 കഷ്ണം, 2 മുട്ട, ബട്ടർ, 1 കപ്പ് പാല്, പഞ്ചസാര ആവശ്യത്തിനുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ചുരുണ്ടിയത്. മഞ്ഞ ഭാഗം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാനിൽ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യാം. പൈനാപ്പിൾ വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് മുഴുവൻ കംപ്ലീറ്റ് വറ്റുന്നതിന് വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് വരും. പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുത്തു, ചെറുനാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിൽ ബട്ടർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് അതിലേക്ക് ആഡ് ചെയ്യാം. കംപ്ലീറ്റ് മെൽറ്റായി. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദമാവ് ആഡ് ചെയ്ത് കൊടുത്തു. അത് കട്ട് കെട്ടാതിരിക്കണം, എപ്പോഴും നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത്, കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്യണേ. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. ഇനി നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്തു. ഇനി നമുക്ക് പട്ട എടുത്ത് കളയാം. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ 2 മുട്ട എടുത്ത് മുട്ടയുടെ വെള്ളയും ഉള്ളിയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. വിസ്ക് കൊണ്ട് അടിച്ചാൽ ശരിയാവും. ബീറ്റർ ആണെങ്കിൽ വേഗം നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ വിസ്ക് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്. ഞാൻ അല്പം പഞ്ചസാര ചേർത്താണ് അടിച്ചിരിക്കുന്നത്, 1 ടീസ്പൂൺ. അപ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അരച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അല്പം തരി പോലെ കിടപ്പണം. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണാണ് ചെറുനാരങ്ങയുടെ തൊലി നമ്മൾ എടുത്തിരിക്കുന്നത്. വെള്ളഭാഗം ഒട്ടും വരാതെ മഞ്ഞ മാത്രമാണ് ചുരണ്ടി എടുക്കാവുള്ളൂ. ഇതിൻ്റെ വെള്ളം ഒന്ന് വേണമെങ്കിൽ വറ്റാം. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്താലും കുഴപ്പമില്ല. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൂടി വെള്ളം പോലെ ആയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, വ്യത്യാസം കണ്ടാലറിയാമല്ലോ. ഇനി അതിനകത്തേക്ക് നമ്മൾ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് സോസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്കായി വരുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം.
നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പതിയെ ഒന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം നമുക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്യാം. ചൂട് കംപ്ലീറ്റ് ആറണ്ട, ചെറിയ ചൂടിനോടെ നമുക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നതെന്നുള്ളൂ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ പതച്ചിട്ടുണ്ട്. നല്ലതുപോലെ പതച്ച മുട്ടയുടെ വെള്ളം നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ പതിയെ വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് മുഴുവനും ടിന്നിലേക്ക് ഒഴിക്കാം. നമ്മളൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്യണം. 40-45 മിനിറ്റ്. മേളിലത്തെ നിറം പതിയെ ഒന്ന് മാറി വരുന്നത് വരെയാണ് നമുക്കത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 160 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഞാൻ 45 മിനിറ്റ്സ് എനിക്ക് എടുത്തു. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. പ്രീഹീറ്റ് ചെയ്ത് ഞാൻ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സൂഫ്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിനി അത് മുറിച്ച് ഇതുപോലെ സെർവ് ചെയ്യാം. വളരെ രുചികരമായൊരു പുഡിങ്ങാണ്. നല്ല മധുരമുള്ള നല്ല രുചികരമായിട്ടൊരു ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും